പിന്നെ കുടുംബത്തിൽ ദാമ്പത്യ കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക്. തിരുവോണം, നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശങ്കരമംഗലം ബി ത്രിലോചനൻ സാറാണ്. നേരത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ എത്രയോ അല്ലേ വിഷുഫലം അല്ലെങ്കിൽ പുതുവർഷഫലം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പ്രേക്ഷകർക്ക് എന്താ പറയുക സുപരിചിതനായിട്ട് അല്ലേ ഓരോ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മളെ എന്താ പറയുക സമ്പൂർണ്ണ വിഷുഫലമാണ് ചേട്ടൻ പറയാൻ പോകുന്നത്. അപ്പം അത് ഓരോ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഓരോ മാസക്കാർക്ക് എങ്ങനെയാണ് ഫലിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം തുടങ്ങാൻ ചേട്ടാ. ബാലാർഘായുധ തേജസാം നൃനയനാം രക്താംബരോല്ലാസിനിം നാനാലങ്കൃതരാജമാനവപുഷാം ബാലോഡ്രാക്ഷേഖരാം ഹസ്തൈരിഷുധനുശ്രിണിം സുമശരം പാശം മുദാ ബിഭ്രതിം ശ്രീചക്രസ്ഥിതസുന്ദരിം ത്രിജഗതാം ആധാരഭൂതം സ്മരേതംബിക. 1199 മേടമാസം 1-ാം തീയതി മുതൽ 1200 മീനമാസം 31-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷുഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം വിഷു എന്ന് തുടങ്ങുന്ന നക്ഷത്രം രോഹിണിയാണ്. രോഹിണിയിലാണ് വിഷു പിറന്നത്. അപ്പോൾ രോഹിണി, മകയിരം, തിരുവാതിര ഇത് നമ്മൾ ആദിശൂലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രോഹിണി, മകയിരം, തിരുവാതിരയിൽ ജനിച്ചവർക്ക് ശാരീരിക പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. മാനസിക പ്രയാസങ്ങൾ വരാം. തൊഴിൽ മേഖലകളിൽ കാര്യതടസ്സത്തിന് സാധ്യത. ബന്ധുമിത്രാദികളുമായിട്ടുള്ള വാക്തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഒപ്പം ഈ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ നോക്കേണ്ട ഒരു വർഷക്കാലമാണ് രോഹിണി, മകയിരം, തിരുവാതിരക്കാർ. അപ്പോൾ ഇത് നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ഇവർക്ക് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. മറ്റു മതവിഭാഗക്കാർ അവരുടെ പ്രാർത്ഥനയിൽ മുഴുകി ഒരു പരിധിവരെ ഈ പറയുന്ന ദോഷവശങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് എപ്പോഴും ബലമുള്ളത്. അപ്പോൾ അടുത്ത് വരുന്ന 6 നക്ഷത്രക്കാർ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു രോഹിണി, മകയിരം, തിരുവാതിരയിലാണ് വിഷു പിറന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം ഈ 6 നക്ഷത്രക്കാർക്ക് രാജബഹുമാനം, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാക്കുക, കുടുംബത്തിൽ മാനസിക പ്രയാസങ്ങളൊക്കെ മാറി ശാരീരിക പ്രയാസങ്ങളൊക്കെ മാറി ഉന്നതിയെ പ്രാപിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പിന്നെ ഗൃഹാരംഭ കർമ്മം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹാരംഭ കർമ്മത്തിന് നല്ല സമയമാണ്. വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് സാധ്യതയുള്ള സമയമാണ്. പിന്നെ ഒരു വാഹനമില്ല, ഒരു വാഹനം വേണം, അപ്പോൾ വാഹന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പിന്നെ സൽക്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾക്കായിട്ടുള്ള പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സമയമാണ്. പുണ്യ ദേവാലയ ദർശനത്തിന് പറ്റിയ സമയമാണ്. എല്ലാം കൊണ്ടും ഈ പറയുന്ന 6 നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഒരു വർഷക്കാലം. അപ്പോൾ ഈ വർഷക്കാലത്ത് ഇപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണർവുണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദാനം മനസ്സറിഞ്ഞ് ദാനം ചെയ്യുക. അല്ലാതെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ദാനം ചെയ്യുമ്പോൾ അതിങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിലിടുക, വാട്സപ്പിലൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ദാനമല്ല. സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഇടത് കൈ അറിയരുത് വലത് കൈ കൊടുക്കുന്ന ദാനശീലം. അപ്പം അങ്ങനെയുള്ള ദാനശീലം ചെയ്യാവുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ പുണർദം മുതൽ ഉത്രം വരെ. പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം ഈ 6 നാൾക്കാർ. ഈ 6 നാളുകൾക്ക് നല്ല ഒരു വർഷക്കാലമാണ് ഇപ്പോൾ ഉള്ള സമയം. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഇപ്പം അത്തം, ചിത്തിര, ചോതി. പൊതുവേ ഇപ്പോൾ അത്തത്തിന് ദോഷവശമാണ്. പക്ഷേ അവരുടെ ദോഷവശങ്ങളെല്ലാം ഈ പറയുന്ന
24 ഏപ്രിൽ 30 വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ അവർക്ക് ഒരു അനുകൂല സമയമാണ്. എന്നാൽ ഈ വരുന്ന വിഷുഫലം അവർക്ക് അതിന് മധ്യശൂലം എന്ന് പറയും. അപ്പം അത്തം, ചിത്തിര, ചോതി ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക് ശാരീരിക പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് മാനസിക പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ ഭരണതലത്തിലിരിക്കുന്നവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് അത്തം, ചിത്തിര, ചോതി. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, മറ്റ് ജനങ്ങളിൽ നിന്ന് പഴി കേൾക്കുക. അപ്പോൾ വളരെ മോശക്കാരനാണ്, അവൻ നശിച്ചു പോട്ടെ, ദുഷ്ടനാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇവർക്ക്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ 3 നക്ഷത്രക്കാർക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ്. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം നമ്പൂതിരിയുടെ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു സമയം, നല്ല സമയം വരും, വളരെ മോശമായ സമയം വരും. ഉന്നത നിലയിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് താഴെ വീഴാൻ പറ്റിയ ഒരു അവസരമാണ് ഈ 3 നക്ഷത്രക്കാർക്കുള്ളത്. അപ്പോൾ ആ 3 നക്ഷത്രക്കാരും കാര്യമായിട്ട് പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. അപ്പം തൊഴിൽ മേഖല, അവർ ചെയ്യുന്ന തൊഴിൽ മേഖലകൾക്കെല്ലാം കർമ്മ തടസ്സമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കർമ്മ തടസ്സത്തിന് സാധ്യതയുണ്ട്. അപ്പം നല്ല കർമ്മങ്ങൾ, ഇപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവർ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അത്തം, ചിത്തിര, ചോതി ഈ 3 നക്ഷത്രക്കാരൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം ഈ 6 നക്ഷത്രക്കാർ. ഈ 6 നക്ഷത്രക്കാർക്ക് നനച്ചിരിക്കാത്ത നേരത്ത് ഒരുപാട് സമ്മാനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു വർഷമാണ്. അപ്പോൾ എല്ലാം കൊണ്ടൊരു മാനസിക പ്രയാസങ്ങളിൽ നിന്ന് ഒരാശ്വാസം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം. അപ്പോൾ ഈ 6 നാളുകൾക്ക് എല്ലാം കൊണ്ടൊരു സൗഭാഗ്യം ഈ വർഷക്കാലം ഉണ്ടാകുക തന്നെ ചെയ്യും, അത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, നല്ലത് വരുമ്പോഴും മോശാവസ്ഥ വരുമ്പോഴും നമ്മുടെ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥന എപ്പോഴും വേണം. കാരണം ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ, ഇപ്പോൾ ഒരു നേരമെങ്കിലും ഒരു സെക്കൻഡെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ബലമുണ്ടാകും. അല്ലാതെ മോശ കാലഘട്ടം വരുമ്പോഴത്തേക്ക് ദൈവമേ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞൊരു കഥയില്ല. നല്ല കാലത്തും മോശമായ കാലഘട്ടത്തിലും പ്രാർത്ഥന ഒരുപോലെ തന്നെ നടത്തണം. അപ്പം മോശമായ കാലം വരുമ്പോഴത്തേക്ക് നമ്മൾ പലരും ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ദൈവം തമ്പുരാൻ്റെ അടുത്ത് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സർവ്വസമയം ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഒരു പ്രാർത്ഥനയിൽ മുഴുകി മാനസിക പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ബലം ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു 100 വിളി വിളിക്കുമ്പോൾ ഒരു വിളിയെങ്കിലും ഏത് ദൈവം തമ്പുരാനായാലും കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ മുഴുകാനും ശ്രദ്ധിക്കുക. അപ്പം അത് കഴിഞ്ഞ് തിരുവോണം, അവിട്ടം, ചതയം. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ തിരുവോണക്കാർ, അവിട്ടക്കാർ, ചതയക്കാർ ചിന്തിക്കും ഞങ്ങൾക്ക് ഈ വിഷുവെല്ലാം വളരെ മോശം. അപ്പോൾ ഈ നക്ഷത്രം വരുന്നതിനനുസരിച്ചാണ് വിഷുവിൻ്റെ പ്രവേശനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന തിരുവോണം, അവിട്ടം, ചതയക്കാർക്ക് അന്ത്യശൂലം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അന്ത്യശൂലത്തിൽ ജനിച്ച ഒരു 3 പേരും ത്വഗ് രോഗങ്ങൾ, പെട്ടെന്ന് ശാരീരിക പ്രയാസങ്ങളുണ്ടാവുക, പിന്നെ കുടുംബത്തിൽ മാനസിക പ്രയാസങ്ങൾ വരാം. അപ്പം എപ്പോഴും വാക്കുകൾ വളരെയേറെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ ഒരു വർഷക്കാലം. അപ്പോൾ അതിരാവിലെ ഉണർന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കാനുള്ളൊരു ശ്രമം നടത്തണം.
പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഒരു വർഷക്കാലം സസ്യാഹാരശീലം നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന ത്വക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം പ്രതീക്ഷിക്കാം. അതിരാവിലെ വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥനയിൽ എപ്പോഴും മുഴുകണം. പിന്നെ തൊഴിൽ മേഖലകളിൽ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇവർ ചെയ്യുന്നത് വളരെ സത്യസന്ധതയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിലും ഈ സത്യസന്ധത ചെയ്യുമ്പോൾ ആ ഓഫീസിലുള്ളവർ മറ്റുള്ളവർക്ക് ഇവരോട് ശത്രുത വരാം. അങ്ങനെ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ അവരുടെ കർമ്മങ്ങൾ വളരെ ശക്തമായി തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കും. കർമ്മങ്ങൾക്ക് തടസ്സം വന്നാലും അത് പ്രാർത്ഥനയിലൂടെ അതിനെ ശരിയാക്കി കൊണ്ടുവരാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പം അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക ഞെരുക്കം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊരു 100 രൂപ വന്നാൽ ആ 100 രൂപയ്ക്കകത്ത് ചിലവാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. എന്നുവെച്ചാൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ കുടുംബത്തിൽ ദാമ്പത്യ കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക്. തിരുവോണം, അവിട്ടം, ചതയം. അപ്പം അതുകൊണ്ട് ദാമ്പത്യ കലഹമൊന്നും വരാതെ വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ കുടുംബത്തിൽ ഭിന്നാഭിപ്രായങ്ങളൊന്നും വരാതിരിക്കട്ടെ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് അടുത്ത് വരുന്നത് നമ്മൾ പൂരുരുട്ടാതി തുടങ്ങി. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക. അപ്പം ഇവർക്ക് ലോക ബഹുമാനം, ലോകത്തെവിടെ നിന്ന് നല്ല ബഹുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പിന്നെ നല്ല യാത്രകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളൊക്കെ മാറി സന്താനങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകാൻ സാധ്യതയുള്ള സമയം. സുഹൃത് ഭാഗ്യം, നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളൊക്കെ നമ്മളെ തേടി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഞെരുക്കം നിൽക്കുന്നത് മാറി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പുതിയ ഗൃഹവാഹന ഭാഗ്യം പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ വസ്തു ക്രയവിക്രയങ്ങൾ നടത്താൻ പറ്റിയ ഒരു സമയമാണ്. എല്ലാം കൊണ്ടും മറ്റുള്ളവരിൽ നിന്നുള്ള ദോഷവശങ്ങളൊക്കെ മാറി ഒരു സൽക്കർമ്മങ്ങൾ, നല്ലതായിട്ടുള്ള വഴിയിലേക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന വിഷു കാലഘട്ടം. അപ്പോൾ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 9 നാളുകളാണ്. രോഹിണി, മകയിരം, തിരുവാതിര, അത്തം, ചിത്തിര, ചോതി, തിരുവോണം, അവിട്ടം, ചതയം. അപ്പോൾ ഈ 9 നാളുകൾ വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 100% ഇവർക്ക് ഉന്നതമായ നിലയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യാൻ ഒരു പ്രാർത്ഥന മതി. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഒരു വിജയത്തിൻ്റെ പടിപടിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്ത് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ജീവിതത്തിൽ വേണം. നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ എപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ അത് അങ്ങ് സ്ഥിരതയായി പോകും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും, ഉയർച്ചയുണ്ടാകും, നമ്മുടെ സന്താനങ്ങൾ നല്ല ഗുണത്തോടുകൂടി ജീവിക്കും എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുണ്ടാകാവുന്ന ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ്റെ കരുണാകടാക്ഷം നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയുടെ ഒരു വർഷക്കാലം ആകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നത് വ്യാഴം മാറുമ്പോഴത്തേക്ക് ഒരു ഗുണം ചെയ്യും. അത് ഏപ്രിൽ 30-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് വ്യാഴൻ മേടരാശിയിൽ നിന്ന് ഇടവരാശിയിലോട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഇടവരാശിയിലോട്ട് വരുമ്പോൾ ഇതുവരെ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര വരുന്ന ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമ്പത്തിക നഷ്ടമായിരുന്നു. തൊഴിൽ തടസ്സം വന്നിരുന്നു, ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതൊക്കെ മാറി അവർക്കൊരാശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത മിഥുന രാശിക്കാർ മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക,
തിരുവാതിര പുണർത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർക്ക് 12-ലാണ് വ്യാഴം. ധനവരവുണ്ടാകും, ഒപ്പം ധനച്ചെലവും വരും. പിന്നെ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിക്കുന്നത് പൂയം, പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം ചേരുന്ന കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനേട്ടത്തിന് സാധ്യതയുണ്ട്, ധനവരവാണ്. പിന്നെ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും പറയും 10-ലാണ് ഗുരു വരുന്നത്, 10-ലെ ഗുരു സഹായിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ നയമാണ്. ഇപ്പോൾ ആൾക്കാർ പറയും ഗുരു വരുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലല്ലേ, ശുക്രൻ ഗുരുവിൻ്റെ ശത്രു അല്ലേ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും പറയില്ല, ശത്രു അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് ശത്രുവിൻ്റെ വീട്ടിൽ പോയാലും അവർ നമ്മളെ മിത്രങ്ങളെ പോലെ കരുതി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരാതിരിക്കത്തില്ല. അപ്പോൾ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ഗുരു വരുമ്പോൾ ആ ശുക്രനെന്ന് പറയുന്ന അസുരഗുരു ദേവഗുരുവായ ബൃഹസ്പതിയെ സ്വീകരിക്കും. അപ്പോൾ സുഹൃത്ത് സംഘം, അപ്പോൾ നല്ല ഒരു ചിന്താഗതി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഇവർക്ക് വലിയ ഗുണമുണ്ടാകും. 10-ൽ കർമ്മക്ഷേത്രം പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും. മറ്റ് ജ്യോത്സ്യന്മാർ അറിയോ 10-ൽ വരുന്ന ഗുരു കുഴപ്പക്കാരനാണ്, ഒരിക്കലും അത് ശരിയായ നയമല്ല. പിന്നെ അടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോട്ടറി അടിക്കാൻ പോകുന്നത് ഈ ഉത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന ഇവർക്ക് 9-ലാണ് വ്യാഴൻ വരുന്നത്. അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ചിത്തിര ചോതി, ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക ചോതി വിശാഖം, ഇത് തുലാം രാശിയിൽ വരുന്നവരാണ്. തുലാം രാശിയിലോട്ട് വരുമ്പോൾ അഷ്ടമത്തിലാണ് ഗുരു വരുന്നത്. അപ്പോൾ നമ്മുടെ ഭരണതലത്തിന് തന്നെ ഒരു അഴിച്ചുമാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷക്കാലമാണത്. അപ്പം പല നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും ഒരുപാട് അപജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിലോട്ട് ഗുരു വരുമ്പോൾ. അപ്പോൾ ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്നവരെ സംബന്ധിച്ച് അഷ്ടമി ഗുരു നിന്നാൽ മാരണമെന്നാണ്, മാരണങ്ങൾ വരാം. അത് കഴിഞ്ഞ് വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിയുടെ തൃക്കേട്ട ചേരുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 7-ലേക്ക് വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന് സാധ്യത, കല്യാണം കഴിക്കാത്തവർക്കൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ നേതൃസ്ഥാനത്തേക്ക്, പുതിയ നേതൃസ്ഥാനത്തേക്ക് ഉയരുക തന്നെ ചെയ്യും. പലരും പ്രതീക്ഷിക്കുക അതൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ നേതൃസ്ഥാനത്തേക്ക് വരാം. അനിയുടെ നക്ഷത്രത്തിൽ ജനിച്ച ഒരു മഹാൻ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട്, അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ പറ്റിയ സമയം നല്ല സമയമാണ്. പിന്നെ മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ 6-ലാണ്, രോഗാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധ വേണം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന ഇവർക്ക് വ്യാഴൻ 5-ലേക്ക് വരുന്നു. ഗുരു 5-ലേക്ക് വരുമ്പോൾ അത് ഗുണം ചെയ്യുന്നു. ഗുരു വീക്ഷണം വരും, ദശലക്ഷം ദോഷവും ഗുരു വീക്ഷണാൽ ഹരിക്കുമെന്നാണ്. പിന്നെ അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം, പൂരിട്ടാതിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുരു 4-ൽ വരുമ്പോൾ ഒരു കേസരി യോഗം, ഒരു വാഹനം വേണം, ഗൃഹം വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ പലരും പറയും 3-ലെ ഗുരു സഹായിക്കില്ലെന്ന്. 3 വെച്ചാൽ സഹോദര ക്ഷേത്രം പോലെയാണ്. ഒരു സഹോദരൻ നമ്മൾ എങ്ങനെയൊക്കെ സഹായിക്കുമോ അതേപോലെ പൂരിട്ടാതിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി വരുന്ന മീനരാശിക്കാരെ കാര്യമായ സഹായം ഗുരു നൽകുക തന്നെ ചെയ്യും. അപ്പം ഈ ഗുരുവീക്ഷണം ഈശ്വരാധീനം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ മാറ്റം ചില നക്ഷത്രക്കാരിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർക്ക് രോഗമുള്ളവർക്ക് രോഗാവസ്ഥ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഭരണതലത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭരണതലത്തിലിരിക്കുന്നവർക്ക് താഴ്ച സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. എൻ്റെ കേസ് വഴക്കുകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കഴിവിൻ്റെ പരമാവധി ഒന്ന് ശ്രദ്ധ ചെലുത്തുക, പ്രാർത്ഥന നടത്തുക. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വിജയം ഉണ്ടാകും അല്ലേ. ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മല പോലും മാറിപ്പോകുമെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉന്നതമായ ജീവിത നിലവാരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. പിന്നെ ഈ 9 നാൾക്കാർ സത്യം പറയുന്നത് കേട്ട് ഭയക്കണ്ട. ഇപ്പൊ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, ഒരു അഭിനയമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല സൽസുഹൃത്ത് ഭാഗ്യം ഉണ്ടാകാം. പക്ഷേ ചില സുഹൃത്തുക്കൾ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മളിൽ നിന്ന് അകന്നു പോയെന്നിരിക്കും.
അതെ. അപ്പം നമ്മളവരെ അകന്നു പോകുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലത് വരട്ടെ, അവരുടെ ചിന്താഗതികളൊക്കെ നല്ലതായി തീർന്ന് അവർ തെറ്റു മനസ്സിലാക്കി നമ്മൾ അടുത്തേക്ക് വരും എന്നുള്ള ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി ചെയ്യുമ്പം തീർച്ചയായിട്ടും അവരതൊക്കെ മനസ്സിലാക്കും. അപ്പം അങ്ങനെ ഐശ്വര്യമായിട്ട് തീരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. നമസ്കാരം. നമസ്കാരം.